എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോയും ആ പയ്യനും അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ആ ബോട്ടിൽ പോവാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ ആ ബോട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് നല്ല രീതിയിൽ അവൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കടലിലേക്ക് കൈയൊക്കെ ഇട്ട് കത്തി കളിക്കുകയാണ്. അടുത്ത നിമിഷം അവന്റെ കൺട്രോൾ ചെറുതായിട്ടൊന്ന് പോകും. ആ പയ്യനാണെങ്കിൽ ബൊറൂട്ടോയെ വാൺ ചെയ്യും. ബൊറൂട്ടോ, നീ കെയർഫുൾ ആയിട്ട് ഇരിക്കണം, ഞാൻ ബോട്ട് ഡ്രൈവ് ചെയ്യാണ്, അതുകൊണ്ട് നിനക്ക് എന്താ സംഭവിക്കണമെന്ന് എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയില്ല. ഇത് നടുക്കടലാണ്, സോ ഇതിലേക്ക് വീണുപോയ അത്ര ഈസി ആയിട്ട് തിരികെ കയറാൻ കഴിയില്ല എന്ന് പറയും. അതിനുശേഷം അവർ ആ ഒരു ഫാക്ടറി ഉള്ള ഐലാൻഡ് അത് ലക്ഷ്യമാക്കി ബോട്ട് കുറെ കൂടെ സ്പീഡിൽ വിടും. അപ്പൊ ദൂരത്തായിട്ട് അവർ കാണും കാർമേഘം എല്ലാം തന്നെ ഇരുണ്ടുകൂടിയിരിക്കുകയാണ്. മാത്രമല്ല ഒരു ഐലാൻഡിൽ നിന്ന് ഒരുപാട് പുകയൊക്കെ മുകളിലേക്ക് ഉയരുന്നതായിട്ട് കാണും. അവിടെ എന്തോ ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട്. സോ സേഫായ സ്ഥലത്തേക്ക് ബോട്ട് ടേൺ ചെയ്യിപ്പിച്ച് അവിടേക്ക് അടുപ്പിക്കണം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ബോട്ട് ടേൺ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവനോട് പറയും, ഫുൾ ആയിട്ട് വേണം നീ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ബോട്ട് മറിയും. അതിനവൻ ചിരിക്കും. ഈ ബോട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് ബോട്ടിനെ കുറിച്ചും കപ്പലിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഞാൻ ഈ ഐലാൻഡിലേക്ക് വന്നിട്ട് തന്നെ കുറെ വർഷങ്ങളായെന്ന് പറയും. അത് കേട്ട് ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ നീ ഈ ഒരു ഐലാൻഡിലുള്ള ആളല്ലേ? അതിനവൻ പറയും, അല്ല, ഞാൻ ബോട്ടുകളെ കുറിച്ച് പഠിക്കാനും കപ്പലുകളൊക്കെ ഉണ്ടാക്കാനും ഇവിടേക്ക് എത്തിയതാണ്. ഇവിടേക്ക് എത്തി ആ ഗ്രാൻഡ് പേ കണ്ട് ആളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ എത്രയും പെട്ടെന്ന് പഠിച്ച് എനിക്ക് നല്ല സ്മാർട്ട് ആയിട്ടുള്ള എൻ്റെ ഗ്രാൻഡ് പേ പോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളായി തീരണമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ബോട്ടുമായി മുൻപോട്ടേക്ക് പോകും. എൻ്റെ എയിം കപ്പലിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക എന്നതായിരുന്നു. പക്ഷെ അപ്പാപ്പനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കപ്പൽ ഉണ്ടാക്കുന്ന ഒരാളായി തീരണമെന്നും സ്വന്തമായിട്ട് ഒരു കപ്പൽ ക്രിയേറ്റ് ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹം തോന്നിയത്. പിന്നീട് എൻ്റെ ലക്ഷ്യം തന്നെ അതായി മാറി. എൻ്റെ ഫാമിലിയെ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ പോയതിനു ശേഷം അവർക്ക് ഒരുപാട് വിഷമമാണ്. പ്രത്യേകിച്ച് എൻ്റെ എൽഡർ സിസ്റ്ററിന്. അവൾ എപ്പോഴും ഞാനുമായിട്ട് കോണ്ടാക്റ്റിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവൾ എന്നെ കാണാൻ ഇവിടേക്ക് വരാം, അവളെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അതിന് ബൊറൂട്ടോ ചിരിക്കും. സിസ്റ്റേഴ്സിന്റെ സ്നേഹം അത് ഡിഫറെന്റ് തന്നെയാണ്. അവരുടെ സ്നേഹം വളരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും പ്രകടിപ്പിക്കുക. അടിച്ചും ഇടിച്ചും ചീത്ത പറഞ്ഞൊക്കെ ആയിരിക്കും അവർ പ്രകടിപ്പിക്കാന്ന് പറഞ്ഞ് ബൊറൂട്ടോ ചിരിക്കും. ആ പയ്യനാണെങ്കിൽ ബൊറൂട്ടോട് ചോദിക്കും, നിനക്കും സിസ്റ്റർ ഉണ്ടല്ലേ? അതിനവൻ പറയും, ഉണ്ട്, ഒരു യങ്ങർ സിസ്റ്റർ. അവൾ ശരിക്കും എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്, അമ്മയെ പോലെ തന്നെ കോപക്കാരിയായിട്ടുള്ള ഒരു സിസ്റ്റർ. അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കും. ഇതാ ഇപ്പം മെയ്റ്റ്സികയെ കാണിക്കും. അവനാണെങ്കിൽ അങ്ങനെ ഹായ് ആയിട്ട് ആ ഐലാൻഡ് മുഴുവൻ നടന്ന് കാണുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് സാറഡ അവൻ്റെ അടുത്തേക്ക് നടന്നെടുക്കും. സാറഡ മെയ്റ്റ്സികയോട് പറയും, ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾ അത് കൂടാനാണ് സാധ്യത. ആ ഒരു വില്ലന്മാരുടെ ഗ്യാങ് ഒരു മിസ്റ്റ് വില്ലേജ് മുഴുവൻ വളഞ്ഞ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഈ കാര്യം ലീഫ് വില്ലേജിൽ കൂടെ അറിയിക്കണം. അതിന് മെയ്റ്റ്സികയാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെവിടെയും ചോദിക്കും. അതിനവളാണെങ്കിൽ അവരെല്ലാവരും എന്തൊക്കെയാ ചെയ്യണേന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം മീറ്റ്സികയോട് നീ എന്താ ചെയ്യണേന്ന് ചോദിക്കും. മീറ്റ്സിക പറയും, സത്യത്തിൽ ഞാൻ ഈ ഒരു ഐലാൻഡ് അത് ചുറ്റി കാണുമായിരുന്നു. അതിനെല്ലാം ഉപരിയായിട്ട് കൊവാക്കിയെ അവന് ഞാൻ ഒബ്സർവ് ചെയ്യായിരുന്നു. അവൻ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് പെരുമാറുന്നത്. അവനിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാനുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇപ്പൊ ഡെങ്കിയാൻ ടീമിന്റെ അടുത്തേക്ക് വരും. ഡെങ്കിയാണെങ്കിൽ അവിടെയുള്ളവർക്ക് കപ്പൽ റിപ്പയർ ചെയ്യാനുള്ള ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം സാറുടെ അവിടേക്ക് വന്ന് ഡെങ്കിയോട് ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻ അത് പറയാനായിട്ട് തുടങ്ങും. പ്രശ്നം കൂടുതൽ വഷളാവുകയാണ്. നമുക്ക് എത്രയും വേഗം ലീഫ് വില്ലേജിലേക്ക് തിരികെ എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവാബയാണെങ്കിൽ സാറുടെയോട് പറയും, ആക്ച്വലി നമ്മുടെ മെയിൻ മിഷൻ അതിതല്ല, ആ റിസർച്ചേഴ്സിനെ സേഫാക്കി കൊണ്ടുപോവുക എന്നതാണ്. പിന്നെ അവിടെയുള്ളവർ പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും കപ്പലിന്റെ പണി അത് എത്രയും വേഗം കംപ്ലീറ്റ് ആവും. കപ്പലിന്റെ പാർട്സ് വാങ്ങാൻ പയ്യനും ബൊറൂട്ടോയും അവർ രണ്ടുപേരും പോയി കഴിഞ്ഞു. സാറുടെ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ബൊറൂട്ടോയോ എവിടേക്കാ, എങ്ങനെയാ പോയേ? അതിന് അവർ മറുപടി പറയും, അവൻ ക്രിയേറ്റ് ചെയ്ത ഒരു ചെറിയ ബോട്ടുണ്ട്, അതിലാണ് ആ പയ്യനും ബൊറൂട്ടോയും പോയത്. ആരുടെക്കാണെങ്കിൽ ടെൻഷൻ അത് കൂടി കൂടി വരും. അത് കണ്ട അപ്പാപ്പൻ പറയും, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അവൻ നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ആളാണ്. ഇവിടേക്ക് വന്ന് മിക്ക സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അവൻ ഒറ്റയ്ക്കുണ്ടാക്കിയ ബോട്ടാണത്, അത് നല്ല പവർഫുൾ ബോട്ടാണെന്ന് പറയും. കട്ട് ചെയ്ത പയ്യനും ബൊറൂട്ടോയും അവർ നല്ല സ്പീഡിൽ ബോട്ട് ഓടിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. അവനാണെങ്കിൽ ബൊറൂട്ടോയോട് ടൈറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറയും. ദൂരത്തായിട്ട് ബൊറൂട്ടോ ആണെങ്കിൽ ഒരു ചെറിയ ബോട്ട് തകർന്ന് ഒരാൾ നിലവിളിക്കുന്നതായിട്ട് കാണും. അത് കണ്ട് ബൊറൂട്ടോ ആ പയ്യനത് കാണിച്ചു കൊടുക്കുകയാണ്. പയ്യനാണെങ്കിൽ ബൊറൂട്ടോട് കെയർഫുൾ ആയി ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ബോട്ടിനെ ഒരു ഭാഗത്തേക്ക് ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവിടെ ഒരു ചുഴി അത് ഫോം ആവും. അവൻ ആ ബോട്ടാണെങ്കിൽ ചുഴിയോട് ചേർന്ന് എങ്ങനെയൊക്കെയോ പൗസ് ചെയ്ത് നിർത്തിക്കും. അതിനുശേഷം ബൊറൂട്ടോ അവനാണെങ്കിൽ വെള്ളത്തിലേക്ക് ചാടാൻ റെഡി ആയിട്ട് നിൽക്കും. ഉടനെ ആ പയ്യനാണെങ്കിൽ ബൊറൂട്ടോയെ തടഞ്ഞ്, നീയല്ല ഞാനാണ് അവനെ രക്ഷിക്കാന്ന് പറയും. പയ്യനാണെങ്കിൽ എടുത്തു ചാടും.
കറക്റ്റ് സമയത്ത് അവൻ്റെ കൈ അത് ഫിഷുകളുടേതുപോലായി മാറുകയാണ്. ബൊറൂട്ടോ അത് കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്യും. പയ്യനാണെങ്കിൽ ക്ഷണവേഗത്തിൽ ആളുമായിട്ട് തിരികെ ബോട്ടിലേക്ക് വരും. ബൊറൂട്ടോ അവനോട് പറയും, സത്യം പറയും, നീ തന്നെയല്ലേ അന്നെന്നെ രക്ഷിച്ചത്? ഇതിനുള്ള തെളിവ് ഓൾറെഡി നിന്റെ കൈ അതെനിക്ക് കാണിച്ചു തന്നു പറയും. അതിനവൻ പറയും, അതെ, വെള്ളത്തിലേക്ക് ചാടി ഞാൻ സ്വിം ചെയ്യുമ്പോൾ എൻ്റെ കൈ അത് ഇപ്രകാരമായി മാറും. ഇതാ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ബൊറൂട്ടോ ആണെങ്കിൽ ആ കപ്പലിൽ നിന്ന് പതിയെ താഴേക്ക് വീഴുകയാണ്. അത് കണ്ട നമ്മുടെ പയ്യൻ അവനാണെങ്കിൽ അവൻ്റെ മാസ്റ്റർ ശ്രദ്ധിക്കാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. അതിനുശേഷം ബൊറൂട്ടോയെ സേഫായി അങ്ങനെ ഉയർത്തിയെടുത്ത് കപ്പലിൽ കൊണ്ടുപോയി കിടത്തും. അവിടെ നിന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ പ്രസന്റ് കാണിക്കും. അവനാണെങ്കിൽ അവൻ്റെ കൈകൾ ബൊറൂട്ടോയ്ക്ക് കാണിച്ചു കൊടുക്കും. ആക്ച്വലി എനിക്കിത് ആരോടും പറയാൻ ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ കൈ ഇപ്രകാരം വിയേഡാണെന്നറിഞ്ഞ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. സത്യത്തിൽ ഇത് നിനക്ക് കിട്ടിയ ഒരു നല്ല പവറാണ്. കരുതുമ്പോൾ ആരും തന്നെ നിന്നെ ഒറ്റപ്പെടുത്താനായിട്ട് പോകുന്നില്ല. നിന്റെ ഈ പവറും കഴിവൊക്കെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ജീവൻ പോലും നിനക്ക് രക്ഷിക്കാനായത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടമാണ് ഈ പവർ. അതെനിക്ക് വളരെയധികം സർപ്രൈസിങ്ങും ആണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവനും വല്ലാത്തൊരു ആശ്വാസം. അവർ ഹാപ്പി ആയിട്ട് പരസ്പരം നോക്കി നിൽക്കുന്ന അതേ സമയം അവരുടെ ബോട്ട് അതാണെങ്കിൽ ആ ചുഴിക്കകത്ത് പെടുകയാണ്. ആ കാര്യം നിലവിളിച്ച് പറയും. പക്ഷെ അപ്പോഴേക്കും വലിയൊരു അലയടിച്ച് നമ്മുടെ പയ്യൻ അവൻ അങ്ങനെ കടലിലേക്ക് തെറിച്ച് വീഴും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അപ്പോഴും പതറാതെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് 3 ബൊറൂട്ടോ അങ്ങനെ കൈ കോർത്ത് അവന്റെ കയ്യിൽ പിടിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ പയ്യനോട് പറയും, ഒരു കാരണവശാലും നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. നിനക്കൊരു ബ്രൈറ്റ് ആൻഡ് ഗ്രേറ്റ് ലൈഫ് ഉണ്ട്. തീർച്ചയായിട്ടും നിനക്ക് നിന്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും. നിന്റെ മാസ്റ്റർ ഗ്രാൻഡ് പേ കഴിഞ്ഞും വലിയൊരു കപ്പൽ ക്രിയേറ്ററും മെക്കാനിക്കൊക്കെ ആയിട്ട് മാറാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനങ്ങനെ വലിച്ച് ആ പയ്യനെ ബോട്ടിലേക്ക് ഇടുകയാണ്. ഉടനെ പയ്യനാണെങ്കിൽ ബോട്ടിന്റെ നിയന്ത്രണം അത് ഏറ്റെടുത്ത് ഇപ്പം എങ്ങനെയെങ്കിലും ആ അലയിൽ നിന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കും. അതേസമയം ബൊറൂട്ടോ ചുറ്റും നോക്കും. വലിയൊരു തടിക്കഷ്ണങ്ങളൊക്കെ അങ്ങനെ അവരുടെ ബോട്ടിന് നേരെ വരികയാണ്. അവൻ്റെ പവർ ഉപയോഗിച്ച് ആ തടിക്കഷ്ണങ്ങളെ ദൂരേക്ക് തെറിപ്പിക്കും. ആ പയ്യനാണെങ്കിൽ ക്ഷണനേരം കൊണ്ട് ബോട്ട് ആ ചുഴിയിൽ നിന്ന് മുൻപോട്ടേക്ക് കുതിപ്പിച്ച് കൊണ്ടുവരികയാണ്. അതിനുശേഷം സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് എത്തേണ്ട ഐലാൻഡിലേക്ക് കറക്റ്റായിട്ട് എത്തുകയാണ്. അവിടെ എത്തിയതിനു ശേഷം ആ പരിക്കു പറ്റിയ ആളെ വീട്ടിലെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നീട് ബൊറൂട്ടോയും ആ പയ്യനും അവർ രണ്ടുപേരും ദൂരത്തേക്ക് നോക്കി നിൽക്കും. ഇതൊക്കെയാണെങ്കിൽ ഭയങ്കര സന്തോഷം. സത്യത്തിൽ നീ വലിയ സംഭവം തന്നെയാണ്. നിനക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനവൻ പറയും, നമ്മൾ മരണത്തെ മുഖാമുഖം കണ്ടാണ് ഇവിടേക്ക് എത്തിയത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലെ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തത് വലിയൊരു കപ്പലിൽ കൂലിവേലയായിരുന്നു. അവിടെ ഒരുപാട് ജോലികളും കഷ്ടപ്പാടുകളുമായിട്ടാണ് ഞാൻ മുൻപോട്ടേക്ക് നീങ്ങിയത്. കപ്പൽ ക്ലീൻ ചെയ്യുക, ടിക്കറ്റ് കൊടുക്കുക എന്നിങ്ങനെ ഒരുപാട് ജോലികൾ. അതിനുശേഷം ആ ഗ്രാൻഡ് പാ അദ്ദേഹം ദൈവദൂതനെ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എൻ്റെ ജീവിതം അത് മൊത്തത്തിൽ മാറ്റിമറിച്ച് എൻ്റെ ലക്ഷ്യങ്ങൾ അത് മാറ്റിയെടുത്തു. ഇപ്പം ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. എനിക്കിപ്പോൾ സ്വപ്നങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അത് ലക്ഷ്യമാക്കിയാണ് ഞാൻ ജീവിക്കുന്നത് പോലും. ഞാൻ ജോലി ചെയ്തിരുന്ന ആ കപ്പലിൽ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ആ അപ്പാപ്പൻ എന്നെ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആക്കി മാറ്റി. കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് ബുദ്ധിമുട്ടിയ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി അദ്ദേഹം കപ്പലുകളെക്കുറിച്ചും ബോട്ടുകളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ എന്നെ പറഞ്ഞു തന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ ഡെവലപ്പായി ഇവിടം വരെ എത്തിയെന്ന് പറയും. ഉടനെ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്ത് ആ ഒരു ഫാക്ടറി ലക്ഷ്യമാക്കി ഓടുകയാണ്. കട്ട് ചെയ്ത ആ വില്ലന്മാരെ കാണിക്കും. അവരാണെങ്കിൽ ഹാർബറിൽ വെച്ച് എന്തൊക്കെയോ ചില സാധനങ്ങൾ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യും. അതേസമയം ആ എൽഡർ സൺ വില്ലൻ അവനാണെങ്കിൽ ഫാദർ വില്ലനോട് പറയും, പപ്പ നമ്മൾ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. മിസികാക അവൻ ഓൾറെഡി ഒരുപാട് ആൾക്കാരെയൊക്കെ കൂട്ടി നമുക്കെതിരെ വലിയൊരു വാർ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനെ നമുക്ക് തടയണം. അതിനാ ഫാദർ വില്ലനാണെങ്കിൽ ടെററായിട്ട് അങ്ങനെ ചിരിക്കും. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാർ അവർ ആ പാർട്ടുമായി തിരികെ അപ്പാപ്പൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പാപ്പനാണെങ്കിൽ ആളുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ആ പയ്യന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇത് നീ തന്നെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം. അവൻ ഞൊടിയിടയിൽ എല്ലാവരെയും ഇംപ്രസ് ചെയ്ത് ആ ഒരു പാർട്ട് കറക്റ്റായിട്ട് എന്നെ ഫിക്സ് ചെയ്യാണ്. ആൻപി ആണെങ്കിൽ അവനോട് പറയും, നീ വളരെ വേഗത്തിൽ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ സംഭവിച്ച പോലുള്ള തെറ്റുകൾ അതിന് സംഭവിക്കാൻ പാടില്ല. അത് കേട്ട് അവൻ ഓക്കെ പറയും. അതേസമയം ഇവിടെ ആ സിസ്റ്റർ വില്ലെത്തി. അവളും അവളുടെ അസിസ്റ്റൻസുമായിട്ട് എവിടെയോ ലക്ഷ്യമാക്കി അങ്ങനെ പോവാണ്. അവളാണെങ്കിൽ ടെററായിട്ട് അവളുടെ അസിസ്റ്റന്റിനോട് പറയും, അടുത്ത ഘട്ടത്തിലേക്ക് നമ്മുടെ പ്ലാൻ മൂവ് ചെയ്യാൻ സമയമായി. അതിനെനിക്ക് അവനെയാണ് കാണേണ്ടതെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മേ വിത്ത് മല്ലു എപ്പിസോഡ്.